ഉമ്മ എപ്പം മീൻ വെട്ടാനിരുന്നാലും ഇവർ രണ്ടുപേരും ഉമ്മാൻ്റെ കൂടെ കൂട്ടുകയാണ് കേട്ടോ. ഉമ്മ ആണെങ്കിൽ ഓരോരോ മീൻ ഇങ്ങനെ അവർക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യും. ഞാനപ്പം വഴുതനങ്ങ മെഴുക്ക് വരട്ടാൻ വേണ്ടിയിട്ട് അത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വഴുതനങ്ങ തൈര് ഒഴിച്ചിട്ടൊരു കറി ഉണ്ടല്ലോ, ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു അതിൻ്റെ വീഡിയോ. അപ്പോൾ ഷിനാജിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഞാൻ അതും ഉണ്ടാക്കി, കുറച്ച് വഴുതനങ്ങ എടുത്ത് മെഴുക്കും ഉണ്ടാക്കി. ഇനി നമുക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുണ്ട്, അതിന് വേണ്ടിയിട്ടൊന്ന് പുറത്ത് പോകാൻ റെഡിയാവും. ഇപ്പം എന്തൊക്കെ മാർഗ്ഗങ്ങളാണല്ലേ മേക്കപ്പ് ചെയ്യാനും മുഖം വെളുപ്പിക്കാനും ഒക്കെ. ഇത് കണ്ടില്ലേ, സ്നെയിലിനെ വെച്ചിട്ട് സ്കിന്ന് ബ്രൈറ്റ് ആക്കുന്ന ഒരു സംഭവമാണ്. ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് എന്തോ പോലെ, എന്നെ കൊണ്ട് ഒരിക്കലും ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ സ്നെയിലിനെ വെച്ചിട്ടുള്ള പരിപാടി എനിക്ക് പോസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ നല്ല അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന എൻവൈബയുടെ പ്രോ സ്ട്രോപ്പ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്താൽ തന്നെ ഫേസ് നല്ലോണം വെട്ടിത്തിളങ്ങും. ഇത് നിങ്ങൾക്കൊരു പ്രൈമർ ആയിട്ടും മോയ്സ്ചറൈസർ ആയിട്ടും അതേപോലെ തന്നെ ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ ക്രീമാണ്. ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഗ്ലോ കിട്ടും. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന്റെ കൂടെ തന്നെ നമുക്ക് എൻവൈബയുടെ വെൽവെറ്റ് മോസ് ലിപ്സ്റ്റിക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി എത്രയൊക്കെ ഡള്ളായിട്ടിരിക്കുന്ന ഫേസ് ആണെങ്കിൽ പോലും ഈ രണ്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ തന്നെ നമ്മുടെ ഫേസ് നല്ല അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റും purple.com അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഞാൻ സ്ക്രീനിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു ഐറ്റം. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി, നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒടുക്കത്തെ വിശപ്പ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ഷിനാജ് പാൽ പൊറോട്ടയാണ് വാങ്ങിച്ചത്. ഞാൻ പിന്നെ എന്തൊക്കെ വന്നാലും, ഭൂമി കുലുക്കം വന്നാലും ബിരിയാണി വിട്ടൊരു കളിയില്ലല്ലോ. ബിരിയാണി അല്ലെങ്കിൽ വെറുംചോറ്, ഇത് രണ്ടുമാണ് എനിക്കിഷ്ടമുള്ള സാധനം. അങ്ങനെ ബിരിയാണിയിൽ ഞാൻ ലെഗ് പീസ് ഇതേ ചോദിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിട്ട്. ഇത് മണ്ണാർക്കാടുള്ള അച്ചാൻസാണ്. അവിടുത്തെ ബിരിയാണി ഭയങ്കര അടിപൊളിയാണ്, എൻ്റെ ഭയങ്കര ഫേവറേറ്റ്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയോ കാര്യമായിട്ട് ഞാൻ ഷിനാജിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിത് ഓരോ ജ്യൂസും കുടിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് പോയി.